സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയോട് വിഷമിക്കണ്ടായെന്നും കാര്യങ്ങളൊക്കെ കൺമണി വിചാരിക്കുന്ന പോലെ നടക്കുമെന്നും കൺമണിക്ക് തന്റെ വീട് തിരികെ കിട്ടുമെന്നും മറ്റും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ദേവിജി. അതിനായി എന്റെയും കൃഷിന്റെയും സർവ്വ സപ്പോർട്ടും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് കൺമണിക്ക് ആശ്വാസമാകുന്നുണ്ടെങ്കിലും അമ്മായിമാരുടെ അവസ്ഥയും അച്ഛന്റെ അവസ്ഥയും ഓർത്ത് വേവലാതിയും വരുന്നുണ്ട് കേട്ടോ. അമ്മായിമാർ തന്നെ തെറ്റിദ്ധരിച്ചു എന്നോർത്തുള്ള വിഷമവും ഉണ്ട്. പിന്നീട് കൃഷി മദ്യപിക്കാൻ വേണ്ടിയിട്ട് മഹിയെ വിളിച്ചു വരുത്താണ്. ഇതേസമയം കൺമണിയെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാണ് കേട്ടോ മഹിയോട് കൃഷ്. അവള് ശരിക്കും ഒരു അത്ഭുതമാണെടാ. ഇത്രയും കഴിവുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അവള് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ. ഇങ്ങനെ ഒരു കുട്ടിയെ ഞാൻ ശരിക്കും ഒരു ഭാഗ്യവാനാണെന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ കഴിവിൽ മാത്രമല്ല സ്വഭാവത്തിലാണ് ഞാൻ വീണു പോയതെന്നും പറയുന്നുണ്ട് കേട്ടോ കൃഷ്. അങ്ങനെ ഇത്രയൊക്കെ പറയാൻ മാത്രം എന്ത് അത്ഭുതമാണ് കൺമണിക്കുള്ളതെന്ന് ചോദിക്കുകയാണ് മഹി. അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, കണ്ടറിയണം എന്നൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. എനിക്ക് അവളെ കാണാൻ തോന്നുന്നു എന്ന് മഹി പറയുമ്പോൾ ഞാൻ ഇപ്പൊ ചെന്ന് കൺമണിയെ കാണട്ടേടാ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതിപ്പോ എങ്ങനെയാടാ ശരിയാവുന്നേ. ഒന്നാമത് അവളിപ്പോ അവളുടെ വീട്ടിലല്ലല്ലോ, ദേവു സാറിന്റെ വീട്ടിലല്ലേ. അവിടെ ചെന്ന് ഈ സമയത്ത് കൺമണിയെ കാണുക എന്ന് വെച്ച് നടക്കുന്ന കാര്യമാണോ? ഒരു കാര്യം ചെയ്യേ, നീ ചെന്ന് കിടക്ക, ഞാനും പോവാണ്. രാവിലെ ഓഫീസിൽ ചെന്ന് കാണാലോ. ഒന്നാമതേ അതൊരു രാവണൻ കോട്ടയാ, അങ്ങോട്ടൊന്നും പോവണ്ട എന്ന് കൃഷി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക് കൃഷി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും പറ്റില്ല, കൺമണിയെ എനിക്കിപ്പോ കണ്ടേ പറ്റൂ എന്നും പറയുന്നുണ്ട് കൃഷി. അങ്ങനെ തനിച്ചു പോകണ്ടെന്ന് പറഞ്ഞ് മഹിയെ തന്നെ കൃഷ്ണനെ ദേവിജിയുടെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. ദേവിജി ആണെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ല് കേൾക്കാണ്. കൺമണി ചെന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ദേവിജി തന്നെ തടയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വാതിൽ തുറക്കാണ്. പെട്ടെന്ന് വാതിൽ തുറന്നതും കൃഷി ചാടി അകത്തേക്ക് കടക്കാണ്. ഉള്ളിൽ കയറാൻ നോക്കുന്നതും ദേവിജി തടയുന്നുണ്ട്. എന്നിട്ട് കൃഷി താനെന്ത് ഈ സമയത്ത് ഇവിടെ നിന്ന് ചോദിക്കുകയാണ് കേട്ടോ. മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതൊന്നും ശരിയല്ല കൃഷ്, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറയുമ്പോൾ ദേവിജി ഞാൻ കൺമണിയെ കാണാൻ വന്നതാ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം, അനുവദിക്കണം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിജിയുടെ മുന്നിൽ യാചിക്കുകയാണ് കേട്ടോ കൃഷ്. ഇത് കേൾക്കുന്ന ദേവിജി ശരി, ഒരു തവണത്തേക്ക് അനുവദിച്ചിരിക്കുന്നു, ഇനി ഇത് മേലാൽ ആവർത്തിക്കരുത്. ഒരു പെൺകുട്ടിയെ കാണാൻ മദ്യപിച്ച് രാത്രി ഇങ്ങനെ വരാൻ പാടില്ല എന്നും പറയുന്നുണ്ട് ദേവിജി. എന്നിട്ട് കൺമണിയെ വിളിക്കുകയാണ്. ശേഷം മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. കൺമണിയാണെങ്കിൽ കൃഷിനോട് എന്തിനാ ഇപ്പൊ കൃഷി സാർ വന്നെന്നും ഇങ്ങനെ ബുദ്ധിമുട്ടി വരേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. എന്റെ കൺമണിയെ കാണാൻ തോന്നുമ്പോൾ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷും. ഫുഡ് കഴിച്ചോ സാർ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയാണ് കേട്ടോ കൃഷ്. അങ്ങനെ കൃഷ്ണന് ഫുഡ് വിളമ്പി വായിൽ വെച്ചു കൊടുക്കാണ് കൺമണി. ഇതേ സമയം ഉമ്മ വയ്ക്കാൻ മുതിരുമ്പോ ഇവൻ ആള് ശരിയല്ല കൺമണി എന്ന് പറയാണ് കേട്ടോ ദേവിജി മുകളിൽ നിന്ന്. പെട്ടെന്ന് ഇയാളെ ഞാൻ എന്നു പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്ന കൃഷിനെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ കൺമണി ചെയ്യുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്